സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്കായിട്ട് ഒരു ഫ്രീ കമ്മ്യൂണിറ്റി ക്ലബ്ബ് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. NCERT ചാപ്റ്റേഴ്സ് ഡെയിലി പഠിക്കാൻ തരിക, അതിൻ്റെ ഫ്രീ എക്സാംസ്, അതുപോലെ 100 മാർക്കിൻ്റെ ഡെയിലി പരീക്ഷ, അതോടൊപ്പം തന്നെ നമ്മുടെ എൻട്രി ആപ്പിലുള്ള ഫ്രീ കണ്ടന്റുകൾ, വീഡിയോസ്, ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ്, ഡെയിലി വൊക്കാബുലറി, ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി, കറണ്ട് അഫേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഡെയിലി ബേസ് ആയിട്ട് തരാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ, ടെലഗ്രാമും വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് SA എന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന തരത്തിലാണ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ പേരിട്ടിരിക്കുന്നത് SI ക്ലബ്ബ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. വാട്സപ്പ്, ടെലഗ്രാം, യൂട്യൂബിനെ എങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ടൊരു കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻട്രി ആപ്പിൽ നിരവധി കണ്ടന്റുകളുണ്ട്. അപ്പോൾ കണ്ടന്റുകളൊക്കെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ്. മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പോൾ എൻട്രി ആപ്പിൽ ഡെയിലി എക്സാം, ഡെയിലി മോക്ക് എക്സാം ഉണ്ട്, അതുപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട്, ഡെയിലി വൊക്കാബുലറി ഉണ്ട്, ഡെയിലി കറണ്ട് അഫേഴ്സ് നടക്കുന്നുണ്ട്, പരീക്ഷകളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഫ്രീ ആയിട്ട് കുറേ കണ്ടന്റുകൾ തരുന്നുണ്ട്. അപ്പോൾ ഇത് പലരും മിസ്സായി കളയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ഡേ വൈസ് ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുകയും എല്ലാ വീക്കെൻഡിലും നമുക്ക് കൃത്യമായിട്ട് റിവിഷൻ എക്സാം കൂടെ നടത്തി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോലും നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ക്ലബിന്റെ ഭാഗമായാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ എൻട്രിയുടെ ഒരു SA ക്ലബിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മേജറായിട്ട് 8 കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ക്ലബിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് NCERT, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NCERT ചാപ്റ്റേഴ്സ് ആണ്. 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള NCERT ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഡെയിലി വൊക്കാബുലറി, ഇംഗ്ലീഷ് മലയാളം ഡെയിലി വൊക്കാബുലറി, അതുപോലെ ലെവൽ അപ്പ് എക്സാം, ഡെയിലി ലെവൽ അപ്പ് എക്സാംസ്, ഓരോ ടോപ്പിക്കിന്റെ എക്സാംസ്, അതുപോലെ മോഡൽ എക്സാംസ്, ഡെയിലി മോഡൽ എക്സാംസിന്റെ ലിങ്കുകളും കാര്യങ്ങളും ഇവിടെ തരും. അതുപോലെ പ്രീവിയസ് ഇയർ PSC ഇതുവരെ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, PDF നോട്ട്സ്, അതുപോലെ തന്നെ വീഡിയോ സീരീസ്, അതുപോലെ തന്നെ റിവിഷൻ എക്സാംസ്. ഈ 8 കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വാട്സപ്പ്, ടെലഗ്രാം ക്ലബിലൂടെ, കമ്മ്യൂണിറ്റി ക്ലബിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി എൻട്രി ആപ്പിൽ ഫ്രീ ആയിട്ട് പോകുന്ന കണ്ടന്റുകളാണ് വിദ്യാർത്ഥികളിലേക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇനി ഓരോന്നിലേക്ക് നമുക്ക് വിശദമായി തന്നെ വരാം. അപ്പോൾ ആദ്യം പറഞ്ഞ NCERT ചാപ്റ്റേഴ്സ്, ഒന്നാം നമ്മൾ പറഞ്ഞു NCERT ചാപ്റ്റേഴ്സ്. അവിടെ നമ്മൾ ഡെയിലി സ്റ്റഡി പ്ലാൻ പോലെ, ഒരു സ്റ്റഡി പ്ലാൻ പോലെ, അങ്ങനെ വലിയ സ്റ്റഡി പ്ലാൻ രീതിയിലല്ല, ഒരു ഡെയിലി ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡെയിലി പ്ലാൻ പോലെ നമ്മൾ NCERT ചാപ്റ്റേഴ്സിന് ഒരു PDF ഇട്ട് തരും. അതായത് ഇപ്പോൾ ഒരു ചാപ്റ്റർ, ഇപ്പോൾ ഹിസ്റ്ററി എന്നുള്ളൊരു ചാപ്റ്റർ, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 8ാം ക്ലാസ് തൊട്ടാണ്. 8ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള NCERT അല്ല, NCERT 8ാം ക്ലാസ് തൊട്ടുള്ള NCERTയിലെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് PDF നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഇട്ട് തരും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സാം നടത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ PDF നോട്ട്സ്, അതിൻ്റെ PDF നോട്ട്സ് തരും, അതിൻ്റെ എക്സാമും തരും. അപ്പോൾ ഇങ്ങനെ ഓരോ ചാപ്റ്റർ നമ്മൾ 8ാം ക്ലാസ് തൊട്ട് ചാപ്റ്റർ ഇങ്ങനെ തീർത്തു പോകുന്ന പോലെയാണ്. 8 തൊട്ട് തുടങ്ങി +2 വരെയുള്ള നമ്മുടെ സിലബസിനകത്ത് വന്നിരിക്കുന്ന ടോപ്പിക്കുകളുടെ പാഠഭാഗങ്ങൾ നമ്മൾ തീർത്തു പോകുന്നത് പോലെയാണ് നമ്മളിവിടെ കമ്മ്യൂണിറ്റിയിൽ പോവുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു NCERT ആണ്. രണ്ടാമത്തത് നമ്മുടെ വൊക്കാബുലറി ആണ്, ഡെയിലി വൊക്കാബുലറി ആണ്. ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും. നമുക്കറിയാം നമ്മൾ ഒരു ദിവസം ഇരുന്നുകൊണ്ട് 100 വൊക്കാബുലറി പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുമോ, നടക്കുന്ന കാര്യം വല്ലതും ഇല്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഒരു 5 ഇംഗ്ലീഷ് വൊക്കാബുലറി ദിവസം പഠിക്കുകയാണ്. നമ്മൾ മലയാളത്തിൻ്റെ 5 വൊക്കാബുലറി ഡെയിലി പഠിക്കുകയാണ്. 10 എണ്ണമായി നമ്മൾ ഒരാഴ്ച ആകുമ്പോൾ എത്ര എണ്ണമായി, മൊത്തം 70 എണ്ണമായി. 35 എണ്ണം എന്തായി, ഇംഗ്ലീഷ് പഠിച്ചു. 35 എണ്ണം നമ്മൾ മലയാളവും പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കിയേ, മൊത്തം പഠിക്കേണ്ട, ഒരു ദിവസം ഇരുന്ന് 50 ഓ 100 ഓ പഠിക്കേണ്ട, ഒരു ദിവസം 5 വൊക്കാബുലറി വെച്ച് പഠിച്ചു പോകാൻ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പോവാം. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് ഇതിലൂടെ നടക്കും. നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിലൂടെ എൻട്രി ആപ്പിൽ നടക്കുന്ന ഫ്രീ ഡെയിലി വൊക്കാബുലറി എക്സാം നിങ്ങൾക്ക് ഇതിലൂടെ കറക്റ്റായിട്ട് കിട്ടും. പലരുടെയും പ്രശ്നം എന്താ, എൻട്രി ആപ്പിൽ നടക്കുന്ന പല കണ്ടന്റ് അറിയുന്നില്ല ആരും. അപ്പോൾ അത് അറിയിക്കുക, വിദ്യാർത്ഥി ഇത്രയും സാധനം ഇവിടെ ഉണ്ട്, അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലബിലൂടെ ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് തരുന്നത്. അപ്പോൾ ഇവിടെ വൊക്കാബുലറി ആണ്. നിങ്ങൾക്ക് എൻട്രി ആപ്പിൽ ഡെയിലി വൊക്കാബുലറി ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഓരോ ദിവസവും ലിങ്ക് നമ്മളിവിടെ ഇവിടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ട് തരും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് പരീക്ഷ എഴുതി പോകാം. 10 ദിവസം പരീക്ഷ എഴുതിയിട്ട് ആ പരീക്ഷയുടെ സൊല്യൂഷൻസ് ഒരു നോട്ട് പോലെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോവാം. ഇനി അടുത്തത് ലെവലപ്പ് എക്സാമിൻ്റെ, നിങ്ങൾക്ക് ഡെയിലി ലെവലപ്പ് PSC എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. എൻട്രി ആപ്പിൽ ഡെയിലി നടക്കുന്ന ഒരു എക്സാമാണ്. ഈ എക്സാം നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും, എല്ലാ ദിവസവും തരും. ഇപ്പോൾ ഓരോ ടോപ്പിക്കാണ്. ഇപ്പോൾ ആനുകാലിക 2024, അതുപോലെ വാർത്താവിനിമയം, കണ്ടോ, മലയാളം. അപ്പോൾ ഇങ്ങനെ 20 ചോദ്യം വെച്ചിട്ടുള്ള ഡെയിലി സ്റ്റേറ്റ്മെന്റ്, ഇത് മൊത്തം സ്റ്റേറ്റ്മെന്റ് എക്സാംസ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സാംസിന്റെ ലിങ്ക് നമ്മൾ നിങ്ങൾക്ക് ഇട്ടിട്ട് തന്നു പോകും. അത് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫ്രീ യൂസേഴ്സിന്, അതായത് പെയ്ഡ് ചെയ്യാത്ത ഫ്രീ യൂസേഴ്സിന് ലൈവ് എക്സാം എന്ത് ചെയ്യാം, അന്നൊന്ന് അറ്റൻഡ് ചെയ്യാം, ഒറ്റത്തവണ അറ്റൻഡ് ചെയ്യാം.
ഇതിനു മുമ്പ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 1099 പരീക്ഷകൾ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പരീക്ഷകൾ എൻട്രിയിൽ ലെവൽ അപ്പ് ചെയ്യുന്ന രീതിയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻട്രിയുടെ പെയ്ഡ് യൂസറാണ്, ഇപ്പോൾ 990 രൂപ എടുത്ത വിദ്യാർത്ഥി അല്ലെങ്കിൽ ഗോൾഡ് യൂസർ ആണോ ആരായാലും അവർക്ക് ഈ പരീക്ഷകൾ മൊത്തം എഴുതാം, മുമ്പ് കിടക്കുന്നതൊക്കെ എഴുതാം. പക്ഷെ പുതിയൊരു യൂസേഴ്സിന്, പെയ്ഡ് അല്ലാത്ത യൂസേഴ്സിന് എന്താ ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് ലൈവായി വരുന്നത് എല്ലാം എഴുതാം. നമ്മൾ അന്നന്ന് കമ്മ്യൂണിറ്റിയിൽ ഇടുന്ന ലൈവ് എക്സാം ആയിരിക്കും, അത് കയറി എഴുതാം. പെയ്ഡ് യൂസേഴ്സിന് എന്ത് ചെയ്യാം, ആദ്യം കിടക്കുന്ന മുമ്പ് നടന്നതൊക്കെ വർക്കൗട്ട് ചെയ്യാം. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പെയ്ഡ് യൂസേഴ്സിനും നോർമൽ ഫ്രീ യൂസേഴ്സിനുള്ള പ്രത്യേകത അതാണ്. ഇനി അടുത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അടുത്ത് വരുന്നത് നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്ന മോഡൽ എക്സാം ആണ്. നിങ്ങൾ എല്ലാവരും, എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറേ കാര്യം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല, പരീക്ഷകൾ എഴുതിക്കൊണ്ടേയിരിക്കണം. എൻട്രിയിൽ എല്ലാ ദിവസവും എന്തുണ്ട്, തിങ്കൾ തൊട്ട് ശനി വരെ നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ട്, 100 മാർക്കിന്റെ മോഡൽ എക്സാം ഉണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനെ കൂടെ ഉദ്ദേശിച്ചുകൊണ്ട് സെക്രട്ടറി അസിസ്റ്റന്റ് ബിഗിനർ ലെവൽ ടെസ്റ്റ് ആണ് എൻട്രി ആപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 30 പരീക്ഷകൾ വരെ എൻട്രിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, 30 മേളിലായിട്ടുണ്ട്. ഇത് ഞാൻ PDF ഇത് PPT ഉണ്ടാക്കുന്ന സമയത്ത് 30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ചുകൂടെ ആയിട്ടുണ്ട്. അപ്പം 30 പരീക്ഷകൾ ഇതുവരെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൈവ് എക്സാംസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലിങ്ക് നമ്മൾ ആ ഗ്രൂപ്പിൽ ഡെയിലി പരീക്ഷയായിട്ട് നമുക്ക് വിദ്യാർത്ഥികൾക്ക് എഴുതി പോകാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് 100 മാർക്കാണ്, ബിഗിനേഴ്സ് ലെവലാണ്. അതുപോലെ തന്നെ മൺഡേ ടു സാറ്റർഡേ വരെ, തിങ്കൾ തൊട്ട് നിങ്ങൾക്ക് ശനിയാഴ്ച വരെ പരീക്ഷ ഉണ്ടാവും. അടുത്ത് വരുന്നത് PYQ എക്സാംസ് ആണ്. നമുക്കറിയാം PSCയുടെ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് PYQ എക്സാംസ് ഉണ്ട്. PYQ എക്സാംസിനെ വെച്ചിട്ട് ടീച്ചേഴ്സിന്റെ ഡീറ്റെയിൽ അനാലിസിസ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ നമ്മുടെ ഇതിനകത്ത് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയോട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ PYQ എക്സാംസിൽ നമുക്ക് എൻട്രിയിൽ ഇതുവരെ നടന്ന ഡിഗ്രി ലെവൽ എല്ലാ PYQ എക്സാംസും നമ്മളെല്ലാം എന്ത് ചെയ്യും, സാറ്റർഡേയിൽ അല്ലെങ്കിൽ സൺഡേ ഓർ സാറ്റർഡേ ഏതെങ്കിലും ഒരു ദിവസം വീക്കെൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രീവിയസ് ഇയർ എക്സാംസ് നിങ്ങൾക്ക് തരും. എല്ലാ ദിവസവും മോഡൽ എക്സാം ഉണ്ടാവും. വീക്കിന്റെ അവസാനം എന്തുണ്ടാവും, നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ഇയർ എക്സാം കൂടെ നിങ്ങൾക്ക് എടുത്ത് തരും, പഠിക്കാനായിട്ട് ചെയ്ത് നോക്കാനായിട്ട് തരുന്നതാണ്. അടുത്ത PDF നോട്ട്സ് മെയിനായിട്ട് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് NCERTയുടെ PDF നോട്ട്സ് ആണ്. അതുകൂടാതെ തന്നെ നമുക്ക് എന്ത് തരും, നമ്മളുടെ പ്രീവിയസ് ആയിട്ട് നടന്ന എൻട്രിയുടെ കറണ്ട് അഫേഴ്സ്, മന്ത്ലി കറണ്ട് അഫേഴ്സ്, അതേപോലെ തന്നെ എൻട്രിയുടെ തന്നെ ഇപ്പം ഇത് വരുന്നുണ്ട്, എല്ലാ നോട്ട്സുകളും കാര്യങ്ങളും യൂട്യൂബിൽ വരുന്ന ഫ്രീ വീഡിയോസിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ PDF ഒക്കെ നമ്മൾ ഇവിടെ കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അടുത്തത് വീഡിയോ സീരീസ് ആണ്. സോ വീഡിയോ സീരീസ് നമുക്കറിയാലോ, ഒന്ന് ആപ്പിനകത്ത് കിടക്കുന്ന ഫ്രീ സീരീസ്. ഇപ്പോൾ ആപ്പിനകത്ത് നമ്മുടെ എൻട്രി ആപ്പിനകത്ത് കുറേ ഫ്രീ വീഡിയോ സീരീസ് കിടപ്പുണ്ട്. ആ വീഡിയോ സീരീസ് നിങ്ങൾക്ക് സ്റ്റഡിയുടെ ഭാഗമായിട്ട് തരും. അതേപോലെ തന്നെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് വരുന്ന വീഡിയോ ക്ലാസ്സുകൾ, യൂട്യൂബിലെ ലൈവ്, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഈ ക്ലബ്ബിൽ അത് അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് കാണാനും കാര്യങ്ങളൊക്കെ അവിടെ സാധിക്കുന്നതാണ്. ഇനി അടുത്ത് വരുന്ന റിവിഷൻ എക്സാംസ് ആണ്. ഏറ്റവും ലാസ്റ്റ് വരുന്ന റിവിഷൻ എക്സാംസ് ആണ്. സോ റിവിഷൻ എക്സാംസിൽ ഏറ്റവും എതിരായിട്ട് പറയേണ്ടത്, നമ്മൾ പറഞ്ഞ പോലെ ഒരാഴ്ച പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അടുത്ത ലാസ്റ്റ് ഡേയിൽ അത് റിവിഷൻ ചെയ്ത് പോകുന്ന രീതിയിലൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനകത്ത് നമ്മൾ തരുന്ന NCERT സീരീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ സാർമാർ ലൈവിലും അതേപോലെ തന്നെ അല്ലാതെയും ഒക്കെ ആയിട്ട് റെക്കോർഡ് വീഡിയോ ആയിട്ടൊക്കെ അതും വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ കമ്മ്യൂണിറ്റിയോടാണ് നിങ്ങൾക്ക് തന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ എന്തായാലും ഇതൊരു തീർച്ചയായിട്ടും മികച്ചൊരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പ്രയോജനപ്പെടുത്തുക, ഈ ക്ലബിൻ്റെ ഭാഗമാകുക. ഇപ്പോൾ റൈഫിൾ ക്ലബ്ബൊക്കെ ഇറങ്ങിയതുകൊണ്ട് ആ ഒരു മൂഡ് പിടിച്ചിട്ടാണ് നമ്മൾ ക്ലബ്ബ് എന്നൊരു പേരിലേക്ക് വന്നത്. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു ക്ലബിൻ്റെ ഭാഗമാകൂ, നന്നായിട്ട് പഠിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻട്രിയുടെ ഫ്രീ കണ്ടന്റുകൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയെ എങ്ങനെ മാക്സിമം പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ക്ലബ്ബിലേക്ക് വരുന്നത്. അപ്പോൾ ക്ലബ്ബിൽ അംഗമാകൂ, സെക്രട്ടറി അസിസ്റ്റന്റ് SIയുടെ മെറ്റീരിയലൊക്കെ കിട്ടും, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ മറക്കണ്ട, ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിലൂടെ ജോയിൻ ചെയ്യുക, ക്ലബിൻ്റെ ഭാഗമാകുക, നന്നായിട്ട് പഠിക്കുക, ജോലി കിട്ടുക. ഓൾ ദി ബെസ്റ്റ്.